നമ്മുടെ പാസ്റ്റ് അല്ലെങ്കിൽ ഭൂതം അത് നമ്മുടെ ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മൾ മാൽക്കം എക്സിൽ നിന്ന് പഠിക്കുന്നത്. ഇതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം, മാൽക്കം എക്സ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മാൽക്കം എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ജീവിച്ചിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യമാണ് ഞാൻ ഇന്ന് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വളരെ അമേരിക്കയിൽ പേര് കേട്ട, ഇപ്പോഴും ആൾക്കാർ കേട്ടാൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് മാൽക്കം എക്സ്. ഞാനിവിടെ 1999 അവസാനം ഏകദേശം എത്തി. ഇവിടെ എത്തിയിട്ട് ഇവിടെ ഷാർലറ്റിൽ വന്ന്, ആദ്യം 1-2 സിറ്റിയിൽ വേറെ ഉണ്ടായിരുന്നു. ഷാർലറ്റ് വന്നിട്ട് ഞാനിവിടെ ഷാർലറ്റിൽ ഇവിടെ ഡെറൈറ്റ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ഡെറൈറ്റ. ആ ഡെറൈറ്റയിൽ അവിടെ ഒരു ഡെറൈറ്റ ഏരിയയിൽ ഒരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് ഫാമിലിയും വൈഫും 2 കുട്ടികളുമായിട്ട് അവിടെ താമസിച്ചു. ആ ഡെറൈറ്റയുടെ ആ ഏരിയയിലുള്ള സ്കൂള് ഡെറൈറ്റ എലമെൻ്ററി സ്കൂൾ എന്ന് പറയും. ആ സമയത്ത് എൻ്റെ മകൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളിവിടെ വന്ന സമയത്ത് മകന് 6 വയസ്സുണ്ട്. അപ്പോൾ 2ാമത്തെ ഗ്രേഡിലായിരിക്കും. ഇവിടെ ഗ്രേഡ് എന്ന് പറയും, നിങ്ങളവിടെ സ്റ്റാൻഡേർഡ് എന്ന് പറയും. അപ്പോൾ 2nd ഗ്രേഡിലാണ് ഇവിടെ നമ്മൾ ചേർത്തത്, ഡെറൈറ്റ എലമെൻ്ററി സ്കൂളിൽ. ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് 2nd ഗ്രേഡാണ് 3rd ഗ്രേഡാണ് എനിക്ക് ഓർമ്മയില്ല. ആ സ്കൂളിൽ ഒരു അസൈൻമെൻറ്റ് കൊടുത്ത്, പിള്ളേർക്ക് എല്ലാവർക്കും അസൈൻമെൻറ്റ് കൊടുക്കുന്ന പോലെ ഒരു അസൈൻമെൻറ്റ് കൊടുത്ത്, നമുക്ക് ആ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറിനെ, ഒരു കുട്ടികൾക്ക് ഇഷ്ടമുള്ള, അവർ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഒരു നല്ല റോൾ മോഡലായിട്ട് കാണുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒരു പ്രോജക്റ്റ് നിങ്ങളുണ്ടാക്കുക. ഓക്കെ, അതായത് അദ്ദേഹം ആരായിരുന്നു, എന്ത് ചെയ്തു, എന്താണ് അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചെറിയൊരു സമ്മറിയാണ് അവരുദ്ദേശിച്ചത്, പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് മകൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിങ്ങനെ പ്രോജക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയുള്ളത് വേറൊരു കാര്യം അതിൻ്റെ കൂടെ പറയുന്നത്, ഈ ഡെറൈറ്റ എലമെൻ്ററി സ്കൂൾ എന്ന് പറയുന്ന സ്കൂള് മാത്രമല്ല, ഞങ്ങൾ താമസിച്ചിരുന്ന ആ ഏരിയയും ഒക്കെ അധികവും ആഫ്രിക്കൻ അമേരിക്കൻസ് താമസിച്ചിരുന്ന ഏരിയയാണ്. അതായത് ബ്ലാക്ക് അമേരിക്കൻസ് എന്ന് പറയും, ആഫ്രിക്കൻ അമേരിക്കൻസ് എന്ന് പറയും. അവരാണ് കൂടുതൽ അവിടെ താമസിച്ചിരുന്നത്. ഈ സ്കൂളിൽ, പർട്ടിക്കുലർലി ഈ സ്കൂളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 95% കുട്ടികളും കറുത്ത വർഗ്ഗക്കാരുടെ കുട്ടികളാണ്, അതായത് ആഫ്രിക്കൻ അമേരിക്കൻസ് കുട്ടികളാണ്. ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ ഉള്ള ഈ വിഭാഗീയതകളും കാര്യങ്ങളൊന്നും നമുക്ക് വന്ന സമയത്ത് അറിയില്ലായിരുന്നു. പിന്നെ കാര്യങ്ങൾ മനസ്സിലായി, എന്തൊക്കെയാണ് ഇവിടെ ആൾക്കാർ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഈ സ്കൂള് തന്നെ എന്തുകൊണ്ട് 95% കുട്ടികളും കറുത്ത വർഗ്ഗക്കാരുടെ കുട്ടികൾ, അതെങ്ങനെ സംഭവിച്ചു, ഇതൊക്കെ പിന്നെ നമുക്ക് ഇവിടെ താമസിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കും. എനിവേ, അവിടെ നമ്മൾ ആ സ്കൂളിൽ പിള്ളേരെ നമ്മൾ ചേർത്ത്, ഒരു മകനെ ആ സമയത്ത് സ്കൂളിൽ പോകാനായിട്ടുള്ളൂ, 2ാമത്തെ മകൻ സ്കൂളിൽ പോകാനായിട്ടില്ല, 1.5 വയസ്സേ മറ്റുള്ളൂ. അങ്ങനെ ഈ പ്രോജക്റ്റിന് വേണ്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം, ആരെക്കുറിച്ച് പറയണം. അപ്പോൾ എനിക്ക് ആ സമയത്ത് എൻ്റെ ഓർമ്മ വന്നത്, ഞാൻ കേട്ടിട്ടുണ്ട് മാൽക്കം എക്സ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാൽക്കം എക്സിനെ കുറിച്ച് നമുക്ക് എഴുതാം, മാൽക്കം എക്സിനെ കുറിച്ച് ഉള്ള പ്രോജക്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് മാൽക്കം എക്സിനെ കുറിച്ച് ആ സമയത്ത് ഒരു ഓവറോൾ ഐഡിയ ഉണ്ടെങ്കിലും ഡീപ്പായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് അറിയാം, നല്ലൊരു മനുഷ്യനായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തെ പിക്ക് ചെയ്യാൻ കാരണം വെച്ചാൽ ഈ സ്കൂളിൽ ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ സ്കൂളാണ്, അതുകൊണ്ട് മാൽക്കം എക്സും ബ്ലാക്ക് അമേരിക്കനാണ്. അദ്ദേഹത്തിൻ്റെ ഇതെടുത്താൽ ആ സ്കൂളിൽ അവർക്കും ഒരുപക്ഷെ കോമ്പാറ്റബിൾ ആണ് എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ അത് ചൂസ് ചെയ്തു. അങ്ങനെ കുറേ അവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വെട്ടിമുറിച്ച് ഒരു ബോർഡിൽ, വൈറ്റ് ബോർഡിൽ അതൊക്കെ ഒട്ടിച്ച് കുറേ കാര്യങ്ങളൊക്കെ എഴുതി ഒരു നല്ലൊരു ഡിസ്പ്ലേ ഉണ്ടാക്കി മൂപ്പര് കൊണ്ടുപോയി. അപ്പം ആ മാൽക്കം എക്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഈ മാൽക്കം എക്സ് ജനിക്കുന്നത് ന്യൂയോർക്ക് ഏരിയയിലാണ്.
എക്സാക്ട്ലി എനിക്ക് ജനിച്ച സിറ്റി എനിക്ക് ഓർമ്മയില്ല. ഇദ്ദേഹം പിന്നെ ന്യൂയോർക്കിലെത്തി. എനിവേ ഇദ്ദേഹം ജനിക്കുന്നത് ഒരു വളരെ ഒരു മീഡിയം അല്ലെങ്കിൽ പുവർ ഫാമിലിയിലാണ് ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ക്രിസ്ത്യൻ പ്രീച്ചറായിരുന്നു. വളരെ ഈ ജസ്റ്റിസിനും അതേപോലെ തന്നെ റേസിസത്തിനും എതിരെ, അതായത് ഈ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള ആ റേസിസം ഇവിടെ വളരെയധികം, ഇത് 1960കളിലെ കാര്യമാണ്, അതിന് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഈ റേസിസം ഇങ്ങനെ ചൂട് പിടിച്ച് നടക്കുന്ന സമയത്താണ് മാൽക്കം എക്സ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു പ്രീച്ചറായിരുന്നു, ക്രിസ്ത്യൻ പ്രീച്ചറായിരുന്നു. അപ്പോൾ വളരെയധികം ഫയറി സ്പീച്ചസ് ഇതിന് റേസിസത്തിനെതിരെ സംസാരിക്കുമായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവും പറയപ്പെടുന്നത് ദുരൂഹമായ സാഹചര്യങ്ങൾ, ഒരുപക്ഷെ ആ സമയത്ത് ഈ വൈറ്റ് സുപ്രീമസിസ്റ്റ് എന്ന് പറയുന്ന, അതായത് ഈ വെളുത്ത വർഗ്ഗക്കാരിൽ ഈ എക്സ്ട്രീമിസം, അതായത് കറുത്ത വർഗ്ഗക്കാർ ഇവിടെ വേണ്ടാത്തവരാണെന്നുള്ള ആ വാദമുള്ള ആൾക്കാരിവിടെ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഇന്നും ഉണ്ട്. ഇന്ന് അത്ര പ്രബലമല്ലെങ്കിലും ഇന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഈ മാൽക്കം എക്സിൻ്റെ ഫാദർ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചുപോയി. എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനെ ഈ വൈറ്റ് സുപ്രീമസിസ്റ്റ് ഒരു പക്ഷേ ഇദ്ദേഹത്തെ കൊന്നു കാണും എന്നുള്ളൊരു ഊഹവും ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണം കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ, ആ സമയത്ത് മാൽക്കം എക്സിന് 6 വയസ്സേ പ്രായമുള്ളൂ. ഈ 6 വയസ്സിൽ മാൽക്കം എക്സിൻ്റെ മദറിന് വേറെയും സിബ്ലിങ്സ് ഉണ്ട്, വേറെയും പിന്നെ സഹോദരന്മാരും സഹോദരിമാരുണ്ട്. മാൽക്കം എക്സിൻ്റെ മദർ ഈ സമയത്ത് മെൻ്റലി അവർ ഇംബാലൻസ് ആയിപ്പോയി, അതായത് തലക്ക് സ്ഥിരതയില്ലാതെ വന്നു. അങ്ങനെ ഈ കുട്ടികളെ പിന്നെ ഈ ഫോസ്റ്റർ ഹോമിലാക്കി. ഫോസ്റ്റർ ഹോം എന്ന് പറഞ്ഞാൽ ഈ പേരൻസ് ഇല്ലാത്ത കുട്ടികളെ അനാഥാലയം അവിടെ കൊണ്ടാക്കി, അവിടെ ചേർന്നു. അങ്ങനെ അവിടെയാണ് മാൽക്കം എക്സ് വളർന്നത്, അനാഥാലയത്തിൽ. അങ്ങനെ വളർന്ന് മൂപ്പര് വളരെ ഇൻ്റലിജൻ്റ് ആയിരുന്നു, പഠിക്കാൻ ഇൻ്റലിജൻ്റ് ആയിരുന്നു മൂപ്പര്. ഓക്കെ, അങ്ങനെ മൂപ്പര് ഈ മാൽക്കം എക്സ് സ്കൂളിൽ ടീച്ചറുടെ അടുത്ത് പറഞ്ഞ്, സ്കൂളിൽ പോകുന്ന സ്കൂളിൽ ടീച്ചറുടെ അടുത്ത്, ടീച്ചർ ഒരുപക്ഷെ വെള്ളക്കാരനായിരിക്കാം, ടീച്ചറുടെ അടുത്ത് പറഞ്ഞ്, അത് വെള്ളക്കാരനാണോ കറുത്ത വർഗ്ഗക്കാരനെന്ന് അറിഞ്ഞുകൂടാ, ടീച്ചറുടെ അടുത്ത് പറഞ്ഞ് എനിക്കൊരു വക്കീലാകണം എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞ് നിനക്ക് വക്കീലാകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതായത് നിനക്ക് വക്കീലാകാൻ പറ്റില്ല, കാരണം മെയിൻലി പറഞ്ഞതെന്ന് വെച്ചാൽ നീ കറുത്തവനാണ്, അതുകൊണ്ട് നിനക്കിത് നടക്കത്തില്ല, ഇത് സംഭവിക്കുന്ന കാര്യമല്ല എന്ന് ടീച്ചർ ഉടനെ റിപ്ലൈ ചെയ്ത് നിരുത്സാഹപ്പെടുത്തി. ഇത് ഇങ്ങനെ വന്നപ്പോൾ മാൽക്കം എക്സിന് വളരെയധികം ഡിപ്രഷനായി. ഇവിടുത്തെ സിസ്റ്റത്തെക്കുറിച്ചുള്ള മതിപ്പും അതേപോലെ തന്നെ വിശ്വാസവും കംപ്ലീറ്റ്ലി ഡിസപ്പിയറായി. അതായത് ഞാനിവിടെ താമസിക്കുന്ന ആൾ, എനിക്ക് ആവശ്യമുള്ള, എനിക്കിഷ്ടമുള്ള ഒരു ലോയർ ആകാൻ പറ്റില്ല, വക്കീലാകാൻ പറ്റില്ല, എന്നെ അനുവദിക്കത്തില്ല എങ്കിൽ പിന്നെ ഈ സിസ്റ്റത്തിൻ്റെ പുറത്ത് എന്ത് സ്നേഹവും എന്ത് ബഹുമാനവും എന്ത് ട്രസ്റ്റ് ഉണ്ടാവും. അത് അങ്ങനെ മാൽക്കം എക്സിന് ഈ സിസ്റ്റത്തിനോടുള്ള ട്രസ്റ്റ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു. അങ്ങനെ മാൽക്കം എക്സ് സ്കൂളിൽ നിന്ന് അധികം താമസിയാതെ സ്കൂളിൽ നിന്ന് വിട്ട് പിന്നെ അവിടെ നിന്ന് ബോസ്റ്റണിലോട്ട് പോയി. അവിടെ പോയി അവിടെ നിന്ന് പിന്നെ കുറച്ച് കാലം തങ്ങി അവിടെ നിന്ന് പിന്നെ ന്യൂയോർക്കിലേക്ക് വന്നു. ഈ ന്യൂയോർക്കിൽ വന്ന ശേഷം മാൽക്കം എക്സ് ഇദ്ദേഹം ഈ കളവ്, അതായത് മോഷണം, ഡ്രഗ്സ്, ഗാംബ്ലിങ്, ഇങ്ങനെയുള്ള ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ ഇടപെട്ട്. സാധാരണഗതിയിൽ ഈ പാരൻസ് ഇല്ലാത്ത കുട്ടികളുടെ അവസ്ഥ മിക്കവാറും, അൺഫോർച്ചുനേറ്റ്ലി മിക്കവാറും, എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, മിക്കവാറും കുട്ടികളുടെ കാര്യം അതാണ്. ഇവർ പിന്നെ വീട്ടിൽ ഗൈഡൻസ് ഇല്ല, എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ള ഗൈഡൻസ് ഇല്ലാതെ വരുമ്പം പിന്നെ അവർ വഴിതെറ്റിപ്പോവും. അങ്ങനെ മാൽക്കം എക്സും ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇടപെടാൻ തുടങ്ങി. വേറൊരു കാര്യമുള്ളത്, ഈ മാൽക്കം എക്സ് എന്നുള്ള പേര്, ഈ എക്സ് എങ്ങനെ വന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇവിടെ ഈ കറുത്ത വർഗ്ഗക്കാരെ വളരെയധികം, അതായത് എല്ലാവരെയും ബേസിക്കലി ആഫ്രിക്കൻ അമേരിക്കൻസ് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതായത് കപ്പലിൽ കയറ്റി ഒരു 1500 കാലഘട്ടത്തിൽ
തുടങ്ങിയതാണ്. ഏകദേശം 400ഓളം വർഷങ്ങൾ കപ്പലിൽ കയറ്റി ഇവരെ അടിമകളായിട്ട് അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരുമായിരുന്നു. അവിടെ ഇതുപോലെ പിടിച്ചു കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒരു രാജകുമാരനെയും ഒരു പ്രിൻസസിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അറിയാതെ, ആരാണെന്ന് അറിയാതെ കിട്ടുന്നവരെയൊക്കെ, കൈ കിട്ടുന്നവരെയൊക്കെ പിടിച്ച് യൂറോപ്യൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണ് കൊണ്ടുവന്നത്. അപ്പം ഇവിടെ വന്നിട്ട് ഈ കറുത്ത വർഗ്ഗക്കാരുടെ അവരുടെ വീട്ടുപേര്, ഇപ്പം നമ്മുടെ വീട്ടുപേരുണ്ടല്ലോ, വീട്ടുപേര് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ആ വീട്ടുപേര് അറിയിക്കും ഇയാൾ എവിടുത്തുകാരനാണ്, ഈ അമേരിക്കനാണോ ബ്രിട്ടീഷാണോ അല്ലെങ്കിൽ ജർമ്മനാണോ, ഈ കുറേ വിവരങ്ങൾ ആ വീട്ടുപേരിൽ നിന്ന് കിട്ടും. ഓക്കെ, ഞാനിവിടെ ആദ്യം വർക്ക് ചെയ്യാൻ വരുമ്പോൾ, ഞാനിവിടെ ആദ്യം ചെയ്ത പ്രോജക്റ്റ്, എൻ്റെ ബോസിൻ്റെ പേര് മാർക്കസ് ഉംബ എന്നാണ്. ഉംബ UMBACH എന്നാണ്. പക്ഷെ ഉംബ എന്നേ അവർ വായിക്കുള്ളൂ. ആ ഉംബ കേട്ടാൽ ആൾക്കാർക്കറിയാം ഇത് ജർമ്മനാണ്. അപ്പോൾ ഈ ഏത് നാട്ടിൽ നിന്ന് വരുന്നു എന്നുള്ള അറിയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് മാൽക്കം ലിറ്റിൽ എന്നായിരുന്നു. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറുത്. ഇവിടെ ലിറ്റിൽ എന്നുള്ള ലാസ്റ്റ് നെയിം ഉണ്ട്. പക്ഷേ ആ ലിറ്റിൽ എന്നുള്ള ലാസ്റ്റ് നെയിം വെള്ളക്കാരുടെ ലാസ്റ്റ് നെയിമാണ്, യൂറോപ്യൻസിൻ്റെ ലാസ്റ്റ് നെയിമാണ്. ആഫ്രിക്കൻസിന് അങ്ങനെയുള്ള ലാസ്റ്റ് നെയിം വരത്തില്ല. അതായത് ആഫ്രിക്കൻസിൻ്റെ ലാസ്റ്റ് നെയിമൊക്കെ ഉട്ടാംബ, മുട്ടുംബെ, മുഗാബെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ കുറച്ച് അറിവ് നേടിയപ്പോഴത്തേക്ക് മാൽക്കം എക്സിന് മനസ്സിലായി ഇത് എൻ്റെ യഥാർത്ഥത്തിലുള്ള ലാസ്റ്റ് നെയിം അല്ല. നമ്മുടെ സ്ലേവ് മാസ്റ്റേഴ്സ്, അതായത് നമ്മളിവിടെ കൊണ്ടുവന്ന സ്ലേവ് മാസ്റ്റേഴ്സ്, നമ്മുടെ മുതലാളികൾ, നമ്മളെ കൊണ്ടുവന്ന അടിമ മുതലാളികൾ, നമ്മുടെ മുതലാളികൾ നമുക്കിട്ട അവരുടെ പേരിട്ടതാണ് നമുക്ക് ഈ ലിറ്റിൽ എന്നുള്ള വന്നത്. അതുകൊണ്ട് മൂപ്പര് ആ ലിറ്റിൽ എന്നുള്ളത് എടുത്ത് മാറ്റി. പിന്നെ യഥാർത്ഥത്തിലുള്ള ലാസ്റ്റ് നെയിം എന്താണെന്നുള്ള അറിഞ്ഞുകൂടാ. കാര്യം ഏത് ആഫ്രിക്കൻ കൺട്രിയിൽ നിന്ന് വന്നു, ആ ആഫ്രിക്കൻ കൺട്രി ഏത് നാട്ടിൽ നിന്ന് വന്നു, ഏത് ഫാമിലി, ഏത് ഗോത്രത്തിൽപ്പെട്ടതാണ് ഒരു ഐഡിയ ഇല്ലല്ലോ. കാരണം ഇവിടെ കൊണ്ടുവന്ന് ആൾക്കാരെയൊക്കെ ഈ മീൻ വണ്ടിയിൽ മീൻ കയറ്റുന്നത് പോലെ ആൾക്കാരെ അട്ടിയാക്കി കയറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരെയും കൊണ്ട് പണിയെടുപ്പിച്ചു. അവർക്ക് കുട്ടികൾ ജനിച്ചു. ഇപ്പോൾ ആര് എവിടെ നിന്ന് വന്നു ഒരു കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൂടാ. കംപ്ലീറ്റ്ലി അവരുടെ ലീനിയേജ്, അവരുടെ പാരമ്പര്യം എന്താണെന്നുള്ളത് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അറിയാത്തത് കൊണ്ട് ലാസ്റ്റ് നെയിം എന്താണെന്ന്, യഥാർത്ഥത്തിലുള്ള ലാസ്റ്റ് നെയിം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് മാൽക്കം പറഞ്ഞ് എൻ്റെ ലാസ്റ്റ് നെയിം ഇനി എക്സ് ആണ്. എക്സ് അറിഞ്ഞുകൂടാ, എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ എക്സ് എന്ന് പറയാം. ദാറ്റ്സ്. അങ്ങനെയാണ് മൂപ്പരുടെ ലാസ്റ്റ് നെയിം മാൽക്കം എക്സ് ആയത്. അപ്പോൾ ഈ മാൽക്കം എക്സ് ന്യൂയോർക്കിൽ വന്ന ശേഷം ഇങ്ങനെ കളവും ഗാംബ്ലിങ്ങും പിന്നെ അതുപോലെ തന്നെ ഡ്രഗ്സും ഒക്കെ ആയിട്ട് പിന്നെ പിടിക്കപ്പെട്ടു. 20ാമത്തെ വയസ്സിൽ ജയിലിൽ പോയി. ജയിലിൽ പോയപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞ് ഇനി ഇയാളുടെ കഥ കഴിഞ്ഞു. ആ ചെറിയ പ്രായത്തിൽ യഥാർത്ഥത്തിൽ ആ ജയിലിൽ പോയതാണ് മൂപ്പരുടെ ആ ലൈഫിന് മാറ്റം വന്നത്. ജയിലിൽ പോയിട്ട് മൂപ്പര് വായിക്കാൻ തുടങ്ങി. അതായത് അവിടെ പിന്നെ വേറൊന്നും ചെയ്യാനില്ലല്ലോ, ജയിലിൽ വേറൊന്നും ചെയ്യാനില്ല, അവിടെ പോയിട്ടൊന്നും ആക്ടിവിറ്റി ഇല്ല. ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് വായന മാത്രമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 1-2 പ്രാവശ്യം ജയിലിൽ സംസാരിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ജയിലിൽ നമുക്ക് ചാപ്ലിൻ എന്ന് പറയും. ചാപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ മുസ്ലിം ആയത് കാരണം ജയിലിൽ കിടക്കുന്ന മുസ്ലിം പ്രിസണേഴ്സിനെ അവർക്ക് ദീൻ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിക്കണം, ഒരു ID കാർഡൊക്കെ ഉണ്ടാക്കണം, ഒരു പ്രൊസീജിയറുണ്ട്. അങ്ങനെ പോകാം. ഞാൻ വന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ 9/11 മുമ്പായത് കാരണം എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം വേറെ ഒരാളുടെ കൂടെ പോയിട്ടുണ്ട്. കൂടാതെ പെരുന്നാളുടെ സമയത്ത് അവർക്ക് അവിടെ കിടക്കുന്ന മുസ്ലിം പ്രിസണേഴ്സിനെ, ബന്ദികളെ നമ്മൾ പെരുന്നാളിന് ഉച്ചയ്ക്ക് ലഞ്ച് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇപ്പോഴും നമുക്ക് ഈ അമേരിക്കൻ ഇസ്ലാമിക് ഔട്ട്റീച്ച് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഞാൻ ഒരു പാർട്ടാണ്. അവിടെ നിന്ന് എപ്പോഴും ഈ പ്രിസണേഴ്സിൻ്റെ ഈ ജയിലിൽ നിന്നുള്ള ലെറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കും. അതായത് ഞങ്ങൾക്ക് ബുക്ക് അയച്ചു തരുമോ, എനിക്കൊരു നിസ്കരിക്കാനുള്ള നിസ്കാരപ്പായ വേണം, തൊപ്പി വേണം, അങ്ങനെയൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ ഈ ജയിലിനകത്ത് വേറൊരു കാര്യം ഇവിടെ ഉള്ളത്, ജയിലിൽ മുസ്ലിങ്ങളുടെ ഗ്രൂപ്പ് വളരെ സ്ട്രോങ് ആണ്. ആൾക്കാർ യൂഷ്വലി ജയിലിൽ പോകുമ്പോഴത്തേക്ക് അവർക്ക് അതിനകത്തൊരു പ്രൊട്ടക്ഷന് വേണ്ടി അവർ ഏതെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ ചേരും ആൾക്കാർ. കാര്യം അങ്ങനെ ചേർന്നാൽ
അവർക്ക് മറ്റുള്ള ഗ്രൂപ്പുകാരുടെ അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ അതിനകത്ത് ജയിലിനകത്ത് പല ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പടച്ചോൻ നമ്മളെ എല്ലാവരെയും ഇതുപോലുള്ള ഈ ജയിൽ എന്നുള്ള സംഭവത്തിൽ നിന്ന് കാക്കട്ടെ. ഇത് വലിയൊരു ഒരു ഡിഫിക്കൽട്ട് സ്ഥലമാണ്. അപ്പം എനിവേ മാൽക്കം എക്സ് ജയിലിൽ പോയ ശേഷം മൂപ്പര് വായിക്കാൻ തുടങ്ങി. ഹിസ്റ്ററിയെക്കുറിച്ച്, പൊളിറ്റിക്സിനെ കുറിച്ച്, റിലീജിയനെ കുറിച്ച്, ഇതെങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൂപ്പര് വായിക്കാൻ തുടങ്ങി. മൂപ്പര് ജയിലിലുള്ള സമയത്ത് ഒരു ഡിക്ഷണറി, ഇംഗ്ലീഷിലെ ഡിക്ഷണറി മൊത്തം മൂപ്പര് അതായത് A to Z കോപ്പി ചെയ്ത്, ഒരു ഡിക്ഷണറി വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, ഇരുന്ന് കംപ്ലീറ്റ് പഠിക്കാനായിട്ട് ഡിക്ഷണറിയുടെ വാക്കുകൾ, ഓരോ വാക്കുകൾ പഠിക്കാനായിട്ട് മൂപ്പര് കംപ്ലീറ്റ് ആയിട്ട് എഴുതി കോപ്പി ചെയ്ത് കംപ്ലീറ്റ് ഡിക്ഷണറി കോപ്പി ചെയ്ത്. അപ്പോൾ അത്രമാത്രം സമയം മൂപ്പര് പഠിക്കാനായിട്ട് ചിലവാക്കി. ഇത് മൂപ്പരെ വളരെയധികം മാറ്റങ്ങൾ വരുത്തി. ജയിലിനകത്ത് വെച്ച് ഇദ്ദേഹം നേഷൻ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ചേർന്നു. ഈ നേഷൻ ഓഫ് ഇസ്ലാം എന്ന് ഞാനും ഇവിടെ വരുമ്പോഴത്തേക്ക് കേൾക്കുമ്പം ഇസ്ലാം അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതും ഇസ്ലാം ആണെന്ന് വിചാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത്, പക്ഷേ അതിൻ്റെ ലീഡറിൻ്റെ പേര് എലൈജ മുഹമ്മദ് എന്നാണ് അയാളുടെ പേര്. അയാളുടെ പേര് വേറൊരു പേരായിരുന്നു. അയാൾ എടുത്തൊരു പേരാണ്, ഈ നേഷൻ ഓഫ് ഇസ്ലാം തുടങ്ങിയ ശേഷം എടുത്ത പേരാണ് എലൈജ മുഹമ്മദ്. അങ്ങനെ എലൈജ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ നേഷൻ ഓഫ് ഇസ്ലാം തുടങ്ങി. അതിനകത്ത് കുറേ ആൾക്കാർ, എസ്പെഷ്യലി അവരുടെ മെയിൻ എയിം ഉണ്ടായിരുന്നത് ഈ വർഗീയതയ്ക്കെതിരെ ശബ്ദമുയർത്തുക, വർഗീയതയ്ക്ക് എതിരെ ഫൈറ്റ് ചെയ്യുക. ഇതാണ് അവരുടെ മെയിൻ മോട്ടിവേഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ നേഷൻ ഓഫ് ഇസ്ലാം സ്ട്രോങ് ആയി. കാര്യം കറുത്ത വർഗ്ഗക്കാരെ വളരെയധികം ഇവിടെ ആൾക്കാർ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ബസ്സിൽ യാത്രയാണെങ്കിൽ പുറകിൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. ഇവർ വെള്ളം കുടിക്കുന്ന ഭാഗത്ത് ഇവർക്ക് വൈറ്റ് വെള്ളക്കാർ പോകുന്ന ഭാഗത്ത് കറുത്ത വർഗ്ഗക്കാർക്ക് പോകാൻ പറ്റില്ല. പല കറുത്ത വർഗ്ഗക്കാരെയും ഇവർ കൊന്നിട്ടുണ്ട്. അതായത് ആക്സിഡൻ്റലി അവരുടെ ഏരിയയിൽ പോയാൽ പിന്നെ തിരിച്ചു വരത്തില്ല, ആളവിടെ നിന്ന് തട്ടിക്കളയും. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഈ വർഗീയത അന്ന് വളരെയധികം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോ കൊണ്ടുവന്ന് അതൊക്കെ മാറ്റി. പക്ഷെ ഇന്നും ജനങ്ങളുടെ ഇടയിൽ വർഗീയത ഉണ്ട്. ഇവിടെ നിങ്ങൾ വായിക്കുന്നുണ്ടാവും, വെള്ള പോലീസുകാർ കറുത്ത ആൾക്കാരെ പിടിക്കുമ്പം അവർ വളരെയധികം ശക്തി ഉപയോഗിച്ച് വളരെയധികം ഹീനമായ രീതിയിലാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ അതൊക്കെ ഇവിടെ എപ്പോഴും ന്യൂസിൽ വരാറുണ്ട്. ഇത് ഇവിടുത്തെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണും, പഠിക്കും. അപ്പോൾ അങ്ങനെ ഈ നേഷൻ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇതിനെതിരായിട്ട് തുടങ്ങിയതാണ്. അപ്പം അവർ തുടങ്ങിയത് മാത്രമല്ല, അവരുടെ പ്രസംഗത്തിൽ, എലൈജ മുഹമ്മദിൻ്റെ പ്രസംഗത്തിൽ, ഇവരുടെ ബുക്കുകളിൽ, അതായത് അവരുടെ പഠനത്തിൽ അവർ പറയുന്നത് വെള്ളക്കാരൻ പിശാചാണ്, വെള്ളക്കാരനാണ് എല്ലാത്തിനും പ്രോബ്ലം. അതായത് അവർ വേറൊരു എക്സ്ട്രീമിലോട്ട് പോയി. അതായത് നമ്മളെല്ലാവരും ഈക്വലാണ്, നമ്മളെല്ലാവരും ഒരേപോലെ കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും വലുതല്ല ചെറുതല്ല എന്ന് പറയുന്നതിന് പകരം വെള്ളക്കാരൻ പിശാചാണ്, അയാൾ വൈറ്റ് മാൻ ഈസ് എ ഡെവിൾ എന്നാണ് അവരുടെ പഠിപ്പിക്കലിലുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് ഈ മാൽക്കം എക്സും അത് അങ്ങനെയാണ് കരുതിയത്. അങ്ങനെ അതിനകത്തോട്ട് ചേർന്നു. അങ്ങനെ മാൽക്കം എക്സ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും വളരെയധികം സംസാരിക്കാനും, അതായത് വളരെ കരിസ്മാറ്റിക് ലീഡറായിരുന്നു മൂപ്പര്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ പോയി കാണാം. മാൽക്കം എക്സിൻ്റെ പ്രസംഗം വളരെ തീപ്പൊരി പ്രസംഗമാണ്. ഒരു പേടിയില്ലാതെ മൂപ്പര് വളരെ ബ്ലണ്ടായിട്ട് കാര്യങ്ങളൊക്കെ വളരെ ധൈര്യത്തോടെ പറയും. അങ്ങനെയുള്ള ആളായിരുന്നു മാൽക്കം എക്സ്. അങ്ങനെ മാൽക്കം എക്സ് പുറത്തിറങ്ങിയിട്ട് ഇദ്ദേഹം നേഷൻ ഓഫ് ഇസ്ലാമിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹം വഴി കുറേ അധികം ആയിരക്കണക്കിന് ആൾക്കാർ നേഷൻ ഓഫ് ഇസ്ലാമിലേക്ക് ജോയിൻ ചെയ്ത് മാൽക്കം എക്സ് വഴി. കാരണം ഇദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം തീപ്പൊരി പ്രസംഗമാണ്, ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടമാണ്. മൂപ്പര് അടിപൊളി പ്രസംഗം നടത്തുമായിരുന്നു. അങ്ങനെ ആൾക്കാർ വന്നു. പക്ഷെ ഒരു കാര്യം സംഭവിച്ചത്, മാൽക്കം എക്സ് ഇതിനകത്ത് വന്ന ശേഷം, പുറത്തിറങ്ങി ഇതിനകത്ത് വന്ന ശേഷം
ഈ നേതാവുമായിട്ട് കൂടുതൽ അടുത്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലായത്, ഈ നേതാവ് ആൾ ശരിയല്ല. അദ്ദേഹത്തിന് ഈ പറയുന്ന ഡിസിപ്ലിനൊക്കെ പറയുമെങ്കിലും പക്ഷേ മൂപ്പർക്ക് സ്വന്തമായിട്ട് വേറെ കുറേ ന്യൂനതകളുണ്ടായിരുന്നു. സ്ത്രീകളും കാര്യങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ മാൽക്കം എക്സിൻ്റെ കണ്ണിൽ ഇത് പെട്ടു. അതായത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളല്ല ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് വേറെ കുറേ വീക്ക്നെസ് ഉണ്ട്. വേറെ പറയുന്ന കാര്യങ്ങളല്ല, ഇദ്ദേഹം ആൾ ശരിയല്ല എന്ന് മനസ്സിലായി. അങ്ങനെ മൂപ്പരുടെ മുമ്പിൽ, മാൽക്കം എക്സിന് മുമ്പിൽ 2 ഓപ്ഷൻസ് വന്നു. ഒന്ന്, ഇത് കണ്ണടച്ചിട്ട് ഇതിൽ തന്നെ തുടരുക, ഓക്കെ. അതല്ല എന്നുണ്ടെങ്കിൽ സത്യം എന്താണെന്ന് അന്വേഷിക്കുക, എന്നിട്ട് ആ സത്യത്തിലോട്ട് പോവുക. ഇസ്ലാമിൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിച്ചിട്ട് അതിലോട്ട് പോവുക. അങ്ങനെ മൂപ്പരുടെ മുമ്പിൽ 2 ഓപ്ഷൻ വന്നു. 1964 ഓക്കെ, നമ്മുടെ മാൽക്കം എക്സ് ഹജ്ജിന് പോയി. ഹജ്ജിന് പോയത് വളരെ വലിയൊരു മാറ്റം വരുത്തി. അതുവരെ ഈ കറുത്ത ആൾക്കാർ മാത്രമാണ് നേഷൻ ഓഫ് ഇസ്ലാമിലുള്ളത്. അവിടെ വേറെ ആരുമില്ല. കറുത്ത വർഗ്ഗക്കാരുടെ ഒരു ഓർഗനൈസേഷനാണ് ഈ സംസാരിക്കുന്നതിൽ മൊത്തം വെള്ളക്കാരെ ചീത്ത പറയുക, കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുക, ബാക്കി എല്ലാവരും, അതായത് ബാക്കിയുള്ള ആൾക്കാരുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ല. ഇത് ഒരു തനി കറുത്ത വർഗ്ഗക്കാരുടെ മാത്രം ഒരു ഓർഗനൈസേഷനായി. പക്ഷേ ഈ സമയത്ത് മൂപ്പര് ഹജ്ജിന് 1964 മൂപ്പര് ഹജ്ജിന് പോയി. ഹജ്ജിന് പോയപ്പോഴത്തേക്ക് മൂപ്പരുടെ കണ്ണ് തുറന്ന്. മൂപ്പര് അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ ആഫ്രിക്കൻസ് ഉണ്ട്, ഏഷ്യക്കാരുണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, അമേരിക്കയിൽ നിന്ന് വന്ന വൈറ്റ് അമേരിക്കൻസ് ഉണ്ട്, കൂടാതെ ചൈനക്കാരുണ്ട്. എല്ലാവരും അവിടെ ഉണ്ട്. എല്ലാവരും സാഹോദര്യത്തിലും എല്ലാവരും ഒരുമിച്ച്, എല്ലാവരുടെയും ക്ലോത്ത് ഒരേപോലെ. ഇദ്ദേഹം പറയുന്നത്, അദ്ദേഹം അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അദ്ദേഹം അവരുടെ റൂമിൽ ഒരുമിച്ച് അവർ കളക്റ്റീവായിട്ട് കിടന്നുറങ്ങുന്നു, കൂടാതെ ഇവർ ഒരുമിച്ച് നിസ്കരിക്കുന്നു. ഇത് കണ്ടപ്പോഴത്തേക്ക്, അതായത് വെള്ളക്കാരൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നു. അവരാണെങ്കിൽ എല്ലാവരും ഇദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു. ആർക്കും ഒരു തരത്തിലുള്ള വിഭാഗീയതയോ ഒരാൾ നല്ലത് വേറൊരാൾ കെട്ടത് അങ്ങനെയുള്ള ഒന്നുമില്ല. എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്ത് ഇത് നേരിട്ട് അനുഭവിച്ചപ്പോൾ മൂപ്പരുടെ കണ്ണ് തുറന്നു. അങ്ങനെ മൂപ്പര് തിരിച്ചു വന്ന്, ഇദ്ദേഹം ആക്ച്വലി തിരിച്ചു വരുന്ന വഴിക്ക് ഈജിപ്തിൽ പോയിട്ടുണ്ട്. ഈജിപ്തിൽ നിന്ന് അവിടെ നിന്ന് മൂപ്പര് കത്തുകൾ എഴുതിയിട്ടുണ്ട്. ആ കത്തുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. കത്തുകൾ എഴുതിയിട്ടുണ്ട്. അതായത് ഞാൻ എന്നെ കണ്ണ് തുറപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് മൂപ്പര് എഴുതിയിട്ടുണ്ട്. അങ്ങനെ മൂപ്പര് തിരിച്ചു വന്നിട്ട് പറഞ്ഞ്, ഇത് ശരിയല്ല, നമ്മൾ ഈ നേഷൻ ഓഫ് ഇസ്ലാമിൻ്റെ ഈ പോളിസീസും നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല. ഇസ്ലാമാണ് ശരി. ഇസ്ലാമാണ്, അതായത് യൂണിവേഴ്സൽ. നമ്മളെല്ലാവരും യാതൊരു തരത്തിലുള്ള വ്യത്യാസമില്ല, നമ്മളെല്ലാവരും ഈക്വലാണ്. ഇങ്ങനെ ഒക്കെ സംസാരിക്കാൻ തുടങ്ങി. അതായത് മൂപ്പർ തിരിച്ചു വന്ന ശേഷം മൂപ്പരുടെ സംസാരം കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന, അല്ലെങ്കിൽ അവരുടെ മാത്രം റൈറ്റ്സിന് വേണ്ടി പയറ്റുന്ന, പടപൊരുതുന്ന ലാംഗ്വേജ് എന്ന് മാറിയിട്ട് നമ്മളെല്ലാവരും സെയിമാണ്, നമ്മളെല്ലാവരും ഒരേപോലെ ആയിരിക്കണം, അങ്ങനെയുള്ളൊരു ചേഞ്ചിലേക്ക് വന്നു മൂപ്പര്. അത് വന്നപ്പോഴത്തേക്ക് നേതൃത്വത്തിന് പിടിച്ചില്ല. കാരണം അവർ നേതൃത്വം സംസാരിക്കുന്നത് കറുത്തവർക്ക് അവർക്ക് വേണ്ടി മാത്രമാണ്. ഇദ്ദേഹം തിരിച്ചു വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഫ്രിക്ഷൻ കൂടി, ഇവർ തമ്മിലുള്ള ഫ്രിക്ഷൻസ് കൂടി. അങ്ങനെ 1965 ഫെബ്രുവരി 21 അദ്ദേഹം 39 വയസ്സുണ്ടായിരുന്നു. 1965 ഫെബ്രുവരി 21, 39 വയസ്സുണ്ടായിരുന്നു. ഇദ്ദേഹം ന്യൂയോർക്കിൽ ഒരു പ്രസംഗം ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. അവിടെ വെച്ച് ആൾക്കാർ വന്ന് ഇയാളെ വെടിവെച്ച് കൊന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പം ഇത് കൊന്നത് നേഷൻ ഓഫ് ഇസ്ലാമിൻ്റെ ആൾക്കാരായിരിക്കും എന്ന് ഊഹമുണ്ട്. ആരാണെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ. മാത്രമല്ല ഇവിടുത്തെ അതോറിറ്റീസും അയാളുടെ പുറകിലായിരുന്നു. കാര്യം ഇദ്ദേഹം വളരെ ഫയറി സ്പീച്ചാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ പോയാൽ ഇദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേൾക്കാം. ഇദ്ദേഹത്തിന് മുമ്പിൽ സ്പീച്ച് കേട്ടാൽ ആർക്കും ചോര തിളക്കും, അതുപോലത്തെ സ്പീച്ചാണ്. അപ്പം എന്തുകൊണ്ടോ ആരാണോ അറിയില്ല, ഉറപ്പില്ല. വെടിവെച്ച ആളെ പിടിച്ചിരുന്ന ആൾ ജയിലിലായിരുന്നു. ഇപ്പോൾ ഈ അടുത്തൊരു 2-3 വർഷം മുമ്പ്, 4 വർഷം മുമ്പ് അയാൾ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ മാൽക്കം എക്സിൻ്റെ കഥ ഇതാണ്. മാൽക്കം എക്സ് നിങ്ങൾക്ക് വീഡിയോ പോയിട്ട് യൂട്യൂബിൽ കാണാം. അപ്പോൾ ഈ കഥയിൽ നിന്ന്, മാൽക്കം എക്സിൻ്റെ ലൈഫിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ്? ഒന്ന്
വയസ്സ് വരെ 20ാമത്തെ വയസ്സിന് മൂപ്പര് ജയിലിൽ പോയി. ജയിലിൽ പോയിട്ട് പോകുന്നത് വരെ മൂപ്പര് ഈ പറഞ്ഞ എല്ലാ മോശപ്പെട്ട ക്രിമിനൽ കാര്യങ്ങളിലും ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ അത് കാരണമായിട്ട് മൂപ്പരുടെ അത് കഴിഞ്ഞുള്ള ലൈഫിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തില്ല. അവിടുത്തെ വായന ഇദ്ദേഹത്തെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഒരു കാര്യം നമുക്ക് പഠിക്കാവുന്ന 2 കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കുന്നത്, ഒന്ന്, നമ്മുടെ പാസ്റ്റ്, അത് നമ്മുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കേണ്ട കാര്യമില്ല. ഫ്യൂച്ചറാണ്, ഭൂതമാണ്. ഏത് നിമിഷവും ഏത് സമയത്തും നമ്മളെല്ലാവർക്കും ചേഞ്ച് കൊണ്ടുവരാം. നമ്മൾ ചെയ്തു, അത് നമ്മുടെ കയ്യിലാണ്. ചേഞ്ച് നമ്മുടെ കയ്യിലാണ്. പക്ഷെ ഒരു കാര്യമുള്ളത്, നമുക്ക് ചിലപ്പം ഈ ചേഞ്ചിന് മാറ്റങ്ങൾ, നമ്മുടെ ഇൻറ്റേർണൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ആ മാറ്റങ്ങൾ ചിലപ്പോൾ നമുക്കൊന്ന് സ്ഥലം മാറേണ്ടി വരും, അല്ലെങ്കിൽ കൂട്ടുകെട്ട് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ബിസിനസ് മാറ്റേണ്ടി വരും, വാട്ടെവർ. അത് ഓരോരുത്തർക്കും അവരവരുടെ സിറ്റുവേഷൻ പോലെയാണ്. അപ്പം മാൽക്കം എക്സ് ആ ചേഞ്ച് കൊണ്ടുവന്ന്, മൂപ്പരുടെ ചേഞ്ച്, ആ ജയിലിനകത്ത് മൂപ്പര് സമയം ചിലവാക്കിയത് വായിക്കാനാണ്. അപ്പോൾ 2ാമത്തെ കാര്യം വായന. നമുക്കെല്ലാവർക്കും ഈ വായന എന്ന് പറയുന്ന സംഗതി നമ്മുടെ കണ്ണ് തുറക്കും, നമ്മുടെ ബുദ്ധി വർദ്ധിക്കും, നമ്മുടെ ഈ വിസിബിലിറ്റി, അതായത് നമ്മുടെ വിഷ്യൻ ബ്രോഡാവും. ഈ വായന ഒരു ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. അപ്പം ഈ വായിക്കാത്ത ആൾക്കാർ അവരുടെ ലോകത്തിൻ്റെ വിഷ്യൻ അതിന് പരിമിതിയായിരിക്കും. വായിക്കുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ ക്ലിയറായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ. പിന്നെ 3ാമത്തെ കാര്യം, നമുക്ക് തന്നെ ചേഞ്ച് വേണമെന്നുള്ള ഒരു തീരുമാനം, ദൃഢനിശ്ചയം നമുക്ക് വേണം. എന്നാലേ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നുള്ളൂ. നമുക്കതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഫൈനൽ തിങ്, ഇദ്ദേഹത്തെ ഇസ്ലാമിൻ്റെ പഠനം, ഇസ്ലാമിൻ്റെ എക്സ്പോഷർ, ഇദ്ദേഹത്തിന് മക്കയിൽ പോയപ്പം ഹജ്ജിന് പോയപ്പോൾ കിട്ടിയ ഇസ്ലാമിൻ്റെ എക്സ്പോഷർ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് തോട്ട് പ്രോസസ്സിനെ മാറ്റി. അപ്പോൾ ഇതാണ് നമ്മൾ മാൽക്കം എക്സിൻ്റെ ലൈഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. മാൽക്കം എക്സിൻ്റെ ലൈഫിൽ നിന്നും നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ. ഞാൻ ഇതുപോലുള്ള പാഠങ്ങൾ നമുക്ക് വേണ്ട ലീഡേഴ്സ്, നമുക്ക് മാതൃക കാണിച്ച് തന്ന അതിനകത്ത് മുസ്ലിം തന്നെ വേണമെന്നില്ല, ക്രിസ്ത്യൻ ആകാം, ഹിന്ദു ആകാം, എന്തും ആകാം. നമുക്ക് മാതൃക കാണിച്ച് തന്നിട്ടുള്ള, അല്ലെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടി എണീച്ച് നിന്നിട്ടുള്ള ആൾക്കാർ, നല്ല പ്രവർത്തികൾ ചെയ്ത ആൾക്കാർ, അവരെ നമുക്ക് ഇതുപോലെയുള്ള ഇൻഷാ അള്ളാഹ് അടുത്ത സെഷനിൽ ഓരോരുത്തരെ എടുത്ത് അവർ കൊണ്ടുവന്ന പാഠങ്ങൾ, അല്ലെങ്കിൽ അവർ പഠിപ്പിച്ച കാര്യങ്ങൾ, അതിനകത്ത് നമുക്ക് എന്ത് ഇൻസ്പിറേഷൻ എടുക്കാൻ പറ്റും എന്ന് നമുക്ക് ഇൻഷാ അള്ളാഹ് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.